ഇടതിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ റിപ്പോർട്ടർ ചാനലിനും അരുൺകുമാറിനും ആൻഡോയ്ക്കും പങ്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. ഇനി അത് പോട്ടെ, സതീശന്റെ വിജയത്തിൽ മീഡിയ വൺ ചാനലിന് ഒരു പങ്കുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതൊക്കെ എന്ത്? മീഡിയ വണ്ണും റിപ്പോർട്ടർ ചാനലും എന്താ ഈ രണ്ടുപേർക്കും പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്താണ്? 2026 തിരഞ്ഞെടുപ്പിൽ പരസ്യമായി രണ്ട് മുന്നണികളെ പിന്തുണച്ച ടെലിവിഷൻ ചാനലുകളാണിത്. മീഡിയ വൺ സതീശൻ നേതൃത്വം നൽകുന്ന UDF-നെയും റിപ്പോർട്ടർ TV പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF-നെയും പരസ്യമായി കലവറയില്ലാതെ പൂർണ്ണമായും പിന്തുണച്ചു. ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് നമ്മളാണ്. അതിന്റെ ഫലം കാണാനും ജനം ഇവിടെ തന്നെ വരും. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയ വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താ വെള്ളാപ്പള്ളി നടേശന്റെ വീഡിയോ കണ്ട് സുനിത ഞെട്ടിയില്ലേന്ന്? ഇല്ല, ഞെട്ടിയില്ല. കാരണം പുള്ളി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വിഷം ചീറ്റിക്കൊണ്ടിരിക്കല്ലേ, എന്ത് ഞെട്ടാൻ. ഇങ്ങനെ ചെയ്യരുത്. പ്രമോദ് രാമനെ കുറിച്ച് ഞാൻ കരുതുന്നത് നല്ല എഴുത്ത്, വായന, അറിവ്, വിവരം, വിവേകം ഒക്കെയുള്ള ഒരു ലെഫ്റ്റ് ലിബറലായ നല്ലൊരു എഡിറ്റർ എന്നാണെന്നു എന്റെ വിചാരം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചിത് ഞങ്ങളാണെന്ന് ഒരു ടെലിവിഷന്റെ എഡിറ്റർ ടെലിവിഷനിലൂടെ അഭിമാനത്തോടെ പറയുന്നത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിക്കാൻ ഒരു മാധ്യമത്തിനും അതിന്റെ എഡിറ്റർക്കും കഴിയുക? ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? അതൊക്കെ പോട്ടെ, എന്തായിരുന്നു മീഡിയ വണ്ണിന്റെ അജണ്ട? എന്തായിരുന്നു മീഡിയ വണ്ണിന്റെ തെരഞ്ഞെടുപ്പ് അജണ്ട? നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ധാരണയുമുണ്ടോ? അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ഇത് വലിയ വിവാദമായി ചർച്ചയായി. അപ്പൊ പ്രമോദ് രാമൻ ഒരു ലേഖനം എഴുതി. അദ്ദേഹം പറയുന്നത് ഒരജണ്ടയല്ല, ഒരുപാട് അജണ്ടകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വാർത്തകൾ ചെയ്യുക, സാധാരണ മനുഷ്യരുടെ ചിന്തയും വികാരവും സ്ക്രീനിൽ എത്തിക്കുക, സമൂഹത്തിൽ വർഗീയ വിദ്വേഷം വരുത്തുന്ന ശക്തികളെ തുറന്നു കാണിക്കുക, മൂന്ന് മുന്നണികളും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം സമൂലമായി വിശകലനം ചെയ്ത് പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുക, ഇതെല്ലാം മീഡിയ വണ്ണിന്റെ അജണ്ടയായിരുന്നു എന്നാണ് പ്രമോദ് രാമൻ പറയുന്നത്. എന്തൊരു മാരകമായ ന്യായീകരണമാണിത്. ഓക്കെ, അത് വിശ്വസിക്കാന്ന് വെച്ചാൽ അപ്പൊ ഈ പോസ്റ്ററിന്റെ അർത്ഥം എന്താ? ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് നമ്മളാണ്. അതിന്റെ ഫലം കാണാനും ജനം ഇവിടെ തന്നെ വരും. എന്താണ് ഈ പോസ്റ്ററിന്റെ അർത്ഥം? തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ VD സതീശന്റെ നേതൃത്വത്തിൽ ടീം UDF വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. VD സതീശൻ ജനങ്ങളോട് നന്ദി പറയുന്നതിന് മുമ്പ്, അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും മുമ്പ് മീഡിയ വൺ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ്. നോക്കൂ, നിങ്ങൾ ഈ പോസ്റ്റർ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. സതീശൻ ജയിക്കുമ്പോൾ മീഡിയ വൺ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എന്താ ഈ പോസ്റ്ററിന്റെ അർത്ഥം ശരിക്കും? ഇന്നേ വരെ ഏതെങ്കിലും ഒരു മാധ്യമം ഇത്തരത്തിലുള്ള അശ്ലീലം ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നേരത്തെ പറഞ്ഞതായിരുന്നു പ്രമോദ് രാമന്റെ നിഷ്കളങ്കമായ അജണ്ടയെങ്കിൽ എങ്ങനെയാണ് സതീശൻ ജയിക്കുമ്പോൾ മീഡിയ വൺ സത്യപ്രതിജ്ഞ ചെയ്യുക? ഇതിനോട് സാമ്യമുള്ള പല പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ അവരോട് അടുപ്പമുള്ള ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പോസ്റ്റർ കണ്ടപ്പോൾ ശരിക്കും കരുതി ഇത് ഫേക്ക് ആയിരിക്കുമെന്ന്. എന്നാൽ അല്ല, സ്ക്രീൻഷോട്ട് എടുത്ത ആളുകൾ തന്നെ ഇത് വന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. മീഡിയ വൺ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇത് ഇട്ടു. അപകടം മനസ്സിലായപ്പോൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു കയ്യബദ്ധം. ഒരു മാധ്യമം പച്ചയ്ക്ക് വന്ന് പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് ഞങ്ങളാണ്. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു, വിജയം ആഘോഷിക്കുന്നു. ഞങ്ങൾ ജയിച്ചു എന്ന് അവകാശപ്പെടുന്നു. ജനങ്ങളല്ല ജയിച്ചത്, മീഡിയ വൺ എന്നാ. ഇനി റിപ്പോർട്ടർ ചാനലിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. മാധ്യമ സ്ഥാപനങ്ങൾക്ക് പരസ്യമായി രാഷ്ട്രീയ നിലപാടെടുക്കാം എന്ന് കാണിച്ചു തന്ന മാധ്യമ സ്ഥാപനമാണ് റിപ്പോർട്ടർ ചാനൽ. ആ ചാനൽ തുടങ്ങുമ്പോഴേ അവർ പറയുന്നു ഞങ്ങളുടെ ജേർണലിസ്റ്റുകൾ രാഷ്ട്രീയം പറയുമെന്ന്. അവർ ചേരിതിരിഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കുകയും തല്ലുകൂടുകയും ഒക്കെ ചെയ്തു. അതിനായി സംഘി റിപ്പോർട്ടർ, കൊങ്ങി റിപ്പോർട്ടർ, കമ്മി റിപ്പോർട്ടർ, നിഷ്പക്ഷതയൊക്കെ അവരുണ്ടാക്കിയിട്ട് റോൾ പ്ലേ ആയിരുന്നേ. റിയൽ ആയിട്ടും സ്ക്രിപ്റ്റ് എഴുതിയും പ്ലാൻഡായും അല്ലാതെയും ഒക്കെ ഇവർ തല്ലുകൂടി. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ CPM-ന്റെ ചാനലായ കൈരളിയേക്കാൾ, പാർട്ടി പത്രമായ ദേശാഭിമാനിയേക്കാൾ, സോഷ്യൽ മീഡിയ ചാവേറുകളേക്കാൾ ശക്തമായി പാർട്ടിയുടെയും പിണറായിയുടെയും എല്ലാ പ്രവൃത്തികളെയും നിലപാടുകളെയും തെറ്റുകളെയും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് മുന്നിൽ നിന്നു റിപ്പോർട്ടർ ചാനൽ. മുതലാളിയും പ്രമുഖ തൊഴിലാളിയും ഡൽഹി ബ്യൂറോ ചീഫും പാർട്ടി സ്റ്റാൻഡ് എടുത്തതോടെ ചാനൽ സ്വാഭാവികമായും പാർട്ടി ചാനൽ പോലെ. പ്രേക്ഷകർക്ക് ആദ്യമൊക്കെ ഇതൊരു രസം തോന്നിയെങ്കിലും പിന്നീട് കമ്മികൾക്ക് പോലും ഇത് അരോചകമായി മാറി. എന്നും ന്യായീകരണത്തിന്റെ മാരകമായ അവസ്ഥ. ഇതിന്റെ പ്രത്യുപകാരമായിരിക്കാം പിണറായി വിജയൻ അവരുടെ ബസ്സിൽ കയറി ധർമ്മടം മണ്ഡലത്തിലൂടെ കറങ്ങി അരുണിനൊരു അഭിമുഖവും നൽകി. തെരഞ്ഞെടുപ്പ് ഫലം വന്നു, ഇടതു തോറ്റു. ഇപ്പൊ പലരും ഇടതുപക്ഷം തോറ്റ കാരണങ്ങൾ
ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ റിപ്പോർട്ടർ ടിവിയും അരുണിനെയും ഒക്കെ തോൽവിയുടെ പല കാരണങ്ങളിൽ ഒന്നായി ലിസ്റ്റ് ചെയ്ത് കാണുന്നത് ഭയങ്കര രസകരമായി തോന്നുന്നു. സ്വാഭാവികം. നിങ്ങൾക്ക് എന്താ ഇക്കാര്യത്തിൽ തോന്നുന്നത്? മുൻപ് ഏഷ്യാനെറ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് പ്രിന്റ് മീഡിയയുടെ അച്ചടി മാധ്യമങ്ങളുടെ ഒരു കുത്തകയായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. ആ കാലത്ത് ശരിക്കും തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചിരിക്കുന്നത് പത്രമാധ്യമങ്ങളാണെന്ന് പറയാം. അധികാലത്തേ നമ്മുടെ മുറ്റത്തേക്ക് എറിയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ പത്രങ്ങളിൽ ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായിരിക്കും. അന്നത്തെ ചർച്ചകളെയും തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന മാരകമായ വാർത്തകൾ. മനോരമയും മാതൃഭൂമിയും വല്ലപ്പോഴും മംഗളവും ഒക്കെയാണ് അന്ന് അജണ്ടകൾ നിശ്ചയിച്ചിരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ കരുണാകരന്റെ കാലത്ത് കരുണാകരനെ വളർത്തിയതും തളർത്തിയതും മാധ്യമങ്ങളായിരുന്നു. രാജൻ ഉരുട്ടിക്കൊലക്കേസ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്നെ ആ നിറഞ്ഞു നിന്ന വാർത്തയായിരുന്നു കരുണാകരനെ. അതുപോലെ ചാരക്കേസ് ഓർത്തു നോക്കുക, എത്രയോ കാലം കഴിഞ്ഞാണ് അത് കള്ളക്കേസായിരുന്നു എന്നും നമ്പി നാരായണൻ നിരപരാധിയായിരുന്നു എന്നും തെളിയുന്നത്. അപ്പോഴേക്കും എത്ര പേരുടെ ജീവിതമാണ് പോയത്. മാധ്യമങ്ങൾ അജണ്ട നിശ്ചയിക്കുന്നതിന്റെ അപകടം എത്ര വലുതാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ സംഭവമാണ് ചാരക്കേസ്. കെ കരുണാകരൻ ആദ്യം രാജൻ കേസിൽ, പിന്നീട് അത് ശരിക്കുള്ള കേസ് തന്നെയായിരുന്നു കേട്ടോ, പിന്നീട് കള്ളക്കേസായ ചാരക്കേസിലൊക്കെ കുടുക്കി. ഈ രണ്ട് കേസിലും കരുണാകരനെ താഴെ ഇറക്കാൻ മനോരമയ്ക്ക് കഴിഞ്ഞെന്ന് പറയാം. PT ചാക്കോയുടെ കേസ് ഓർമ്മയില്ലേ? കാറിൽ ഒരു സ്ത്രീയെ കയറ്റി എന്ന മാധ്യമ വാർത്ത. എരിവും പുളിയും ചേർത്ത കഥകൾ മാധ്യമങ്ങളിലൂടെ വരുന്നു. PT ചാക്കോ രാജിവെക്കുന്നു, കേരള കോൺഗ്രസ് ഉണ്ടാകുന്നു, കേരളത്തിന്റെ രാഷ്ട്രീയം തന്നെ മാറി മറിയുന്നു. പ്രിന്റിന്റെ കാലം കഴിഞ്ഞു. ഇന്ന് അച്ചടി മാധ്യമങ്ങൾക്ക് അജണ്ട നിശ്ചയിക്കാൻ മാത്രം കഴിവോ സ്വാധീനമോ ഇല്ല. ആ സ്ഥാനം ടെലിവിഷനുകൾ ഏറ്റെടുത്തു. മനോരമയൊക്കെ കോൺഗ്രസ് അനുകൂലം എന്ന് നമ്മൾ എപ്പോഴും പറയുമെങ്കിലും ഒരിക്കലും മനോരമ ഇത്തരത്തിൽ വലിയ പക്ഷം ചേരുകയോ ഞങ്ങൾ അജണ്ട നിശ്ചയിച്ചു എന്ന് പറയുകയോ ഞങ്ങൾ ജയിച്ചു എന്ന് പറയുകയോ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. എന്നാൽ 2026 തെരഞ്ഞെടുപ്പായപ്പോൾ രണ്ട് മാധ്യമങ്ങൾ അജണ്ട തീരുമാനിച്ച് പണിയെടുക്കുന്നു. ഒരു മാധ്യമം അത് വിളിച്ചു പറയുന്നു, മറ്റേ മാധ്യമം വിളിച്ചു പറഞ്ഞില്ലെങ്കിലും എല്ലാവരും അത് കാണുന്നു. എന്താ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ശരിക്കും അഭിപ്രായം എന്താ? തെരഞ്ഞെടുപ്പ് വിശകലനം എന്ന് പറയുന്നത് ഈ രണ്ട് മാധ്യമങ്ങളെ കൂടി വിലയിരുത്തിയാലേ പൂർത്തിയാകൂ എന്നാണ് എൻ്റെ തോന്നൽ. നിങ്ങളുടെയോ? പറഞ്ഞു വന്നപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഈ റിപ്പോർട്ടർ ചാനലിൽ അരുണും ആൻഡോയും കൂടി പിന്നെ പിണറായി വിജയനെയും ഇടതിനെയും തള്ളി മറക്കിയതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ നിവിൻ പോളിയുടെ ഒരു സിനിമയുണ്ട്, അതിലൊരു സീനില്ലേ, നീയൊക്കെ കൂടെ എന്നെ ഇങ്ങനെ ആവശ്യമില്ലാതെ പ്രോത്സാഹിപ്പിച്ച് ഓരോ പ്രശ്നങ്ങളിലേക്ക് തള്ളി വിടുക എന്ന്. അതുപോലെ എനിക്ക് തോന്നുക ഈ റിപ്പോർട്ടർ ചാനൽ കണ്ടുകൊണ്ടിരുന്ന കുറേ ആളുകളെങ്കിലും വിചാരിച്ചു കാണും അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് പണിയെടുത്തില്ലായിരിക്കും. എന്താണെങ്കിലും എൻ്റെ ദൈവം, നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായി കമന്റ് ഇടണേ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? എടാ, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവനാണ് യഥാർത്ഥ സുഹൃത്ത്. അല്ലാണ്ട് ഈ ആത്മവിശ്വാസം ഉണ്ടാക്കണം